ഹലോ മച്ചന്മാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ഹോണ്ട CB350 ക്ലാസിക് ആണ്. ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എപ്പോഴത്തെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ സർക്കിൾ ഹെഡ്ലാമ്പ് യൂണിറ്റ്സ്, അതിൻ്റെ 2 ചേമ്പറായിട്ട് ഡിമ്മും ബ്രൈറ്റും കൊടുത്തേക്കുന്നു. പിന്നെ ഹൈനസിൽ കണ്ടേക്കുന്ന പോലെ തന്നെയുള്ള LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് നമുക്ക് ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട് DRL-ആയിട്ട്. പിന്നെ നമ്മുടെ ഫോക്സ്, പിന്നെ മഡ് ഗാർഡ്, പിന്നെ നമ്മുടെ ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡ്യുവൽ ചാനൽ ABS ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് അലോയ് വീൽസ് ആണ് നമുക്ക് കൊടുത്തേക്കുന്നത് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ടയർ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് 100, 90, 19 MRF സാപ്പ ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ സൈഡ് വ്യൂയിലേക്ക് കിടക്കാം. സൈഡ് വ്യൂയിലേക്ക് കിടക്കുമ്പോൾ നമുക്കിവിടെ ക്രോം ഫിനിഷിംഗ് ഉള്ള 2 ഡ്യുവൽ ഹോൺ ഉണ്ട്, ഡീലക്സ് പ്രോ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ ക്രാഷ് ഗാർഡ് കാണാം. പിന്നെ ഹോണ്ടയുടെ ബാറ്റിംഗ് ഉള്ള എഞ്ചിൻ കവറും അതിന്റെ ഫിൻസും കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ നമ്മുടെ ബാക്കിലത്തെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ കവറും അതിന്റെ പ്രൊട്ടക്ഷനും ഇവിടെ കാണാം. പിന്നെ നമ്മുടെ ഫുഡ് റെസ്റ്റ്, ബ്രേക്ക് ലീവർ, പിന്നെ നമ്മുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലോങ് എക്സോസ്റ്റും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടെ സസ്പെൻഷൻ, പിന്നെ നമ്മുടെ CB350 എന്ന് എഴുതിയ ഒരു ബോക്സും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഈ സൈഡിലത്തെ വിശേഷം. ഇനി നമ്മുടെ ബാക്കിലേക്ക് വരുമ്പം നമ്മൾ ഹോണ്ട ഹൈനസിലൊക്കെ കണ്ട അതേ ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് രാത്രിയിൽ ഇതൊരു സർക്കിളായിട്ട് തന്നെ കത്തി നിൽക്കും. ഇതും LED യൂണിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ്, റിഫ്ലക്ടർ, പിന്നെ നമ്മുടെ നീളമുള്ള ഒരു മഡ് ഗാർഡ്. എൻ്റെ ഇരുന്ന ഹോണ്ട ഹൈനസിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ചെള്ളയടിയായിരുന്നു. കാരണം ആ വീലും മഡ് ഗാർഡുമായിട്ട് അത്ര ക്ലോസ് ആയിട്ടിരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. പക്ഷേ ഈ ഒരു മോഡലിൽ അവരത് ശരിക്കും പരിഹരിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ചെള്ളയടിയും കാര്യങ്ങളൊന്നും ഇത് വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് അവർ മോഡിഫൈ ചെയ്താണ്. ഇതിപ്പം നമ്മുടെ സീറ്റ് സ്പ്ലിറ്റ് ആയിരുന്നു. സെക്കൻഡ് സീറ്റ് എടുത്ത് മാറ്റിയിട്ട് അവർ എക്സ്ട്രാ കയറ്റിയതാണ്. ഇതൊക്കെ കസ്റ്റം ചെയ്തേക്കുന്നതാണ്. ഇനി ബാക്കിലത്തെ ടയർ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ 130, 70, 18 സെക്ഷൻ ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ഡിസ്കിന്റെ സൈസ് 240 mm ഡിസ്ക് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 310 mm ഡിസ്ക് ആണ് കിട്ടുന്നത്. അതും ഡ്യുവൽ ചാനൽ ABS ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ബാക്കിൽ നമുക്ക് അലോയ് വീൽസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ഹോണ്ട എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടോർക്ക് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോണ്ടയുടെ ഹൈനസിലൊക്കെ കണ്ടപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ചാർജിങ്ങിന്റെ യൂണിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എക്സ്ട്രാ ഫീച്ചേഴ്സ്. പിന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 15 ലിറ്റർ ആണ്. ആവറേജ് ഹോണ്ട ഹൈനസിൽ എനിക്ക് കിട്ടിക്കൊണ്ടുവന്ന ഒരു 42 ആണ്. ഒരു ലോങ് ഒക്കെ പോകുമ്പോൾ 45 ആണ്. ഏകദേശം അത് തന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടി E20 സപ്പോർട്ടറാണ്. ഫുൾ മെറ്റൽ ബിൽഡാണ്. നിങ്ങൾക്ക് ഇത് കൊട്ടുമ്പോൾ തന്നെ കാണാം, നല്ല മെറ്റൽ ബിൽഡായിട്ടാണ് വണ്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററിന്റെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഹോണ്ട ഹൈനസിലൊക്കെ കണ്ട അതേ ഏകദേശം സ്വിച്ചുകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡിമ്മും ലൈറ്റും പാസ്വേഡ് ഇന്റിഗ്രേറ്റഡ് ആയിട്ടുള്ള സ്വിച്ച് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോയിസ്റ്റിക്ക് നാവിഗേഷൻ റിട്ടേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ. ഇത് തലതിരിച്ചാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ എപ്പോഴും കൺഫ്യൂഷൻ ആണെങ്കിൽ പക്ഷേ അത് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് യൂസ് ടു ആകുന്നതാണ്. പിന്നെ നമ്മുടെ ഇഗ്നിഷൻ കില്ല് എല്ലാം കൂടെ ഇന്റിഗ്രേറ്റ് ആയിട്ടുള്ള സ്വിച്ച്, പിന്നെ നമ്മുടെ ഹസാർഡ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്കിന്റെ കാലിബർ കാണാം. നമുക്കിനി വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുമ്പം ഒരു ആനലോഗും ഡിജിറ്റലും കൂടെ കൂടിയ ഒരു മീറ്ററാണ് നമുക്ക് കമ്പനി കൊടുത്തേക്കുന്നത്. നമ്മുടെ ഹൈനസിലൊക്കെ കണ്ട അതേ മീറ്റർ തന്നെയാണ്. നമുക്ക് ഓണായി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ചെറിയ ഡിസ്പ്ലേയിൽ വണ്ടിയുടെ ന്യൂട്രൽ കാണാം, വണ്ടിയുടെ കിലോമീറ്റർ എത്രയുണ്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ ആവറേജ് ട്രിപ്പ് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടൈം കാണാൻ പറ്റുന്നുണ്ട്, ഫ്യൂവലിന്റെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ റേഞ്ച്, ഇനി എത്ര കിലോമീറ്റർ റേഞ്ച് ഓടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു മൊബൈൽ ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അത് Type-C ആണ്. ഒരു മൊബൈൽ ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ കൊടുത്തേക്കാം. ഇനി ഈ മീറ്റർ ബ്ലൂടൂത്ത് കമ്പാറ്റബിൾ ആണ്. നമ്മുടെ ഫോണുമായിട്ട് ഹോണ്ടയുടെ ആപ്പുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മൊബൈലിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു വണ്ടിയുടെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. സോ നമ്മളിതേ ഞെക്കി വണ്ടി സ്റ്റാർട്ടാക്കുന്നു. ഐഡിയലെങ്കിൽ ഈ സൗണ്ടാണ്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടിട്ട് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. നല്ല സീറ്റ് സൗണ്ടാണ്. നമ്മുടെ ഹോണ്ട ഹൈനസ് ഒക്കെ പോകുമ്പോഴും റോഡിൽ നല്ലൊരു സൗണ്ട് കൊടുക്കുമായിരുന്നു. അതേ ബാസിയായിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. പിന്നെ വണ്ടിയുടെ റോഡ് പ്രസൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല റോഡ് പ്രസൻസ് ആണ്. ഞങ്ങൾ ഇത് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും വഴിയിൽ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഫീലിംഗ് തരുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെയായിരുന്നു ഹോണ്ട ഹൈനസ് ഇറങ്ങിയ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. അത്യാവശ്യം റോഡിൽ നല്ല പ്രസൻസ് വരുന്ന വണ്ടിയാണ്. ഹോണ്ട ഈ വണ്ടി ഇറക്കിയേക്കുന്ന ഒരു തനി റെട്രോ ക്ലാസിക് വണ്ടിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ പല വണ്ടികളിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞാലും പക്ഷേ ഈ വണ്ടിയുടെ ക്യാരക്ടറും നേച്ചറും ഒന്നും ഒരു റോയൽ എൻഫീൽഡ് വണ്ടിയായിട്ടൊന്നും മാച്ചിങ് അല്ല.
ഇതൊരു ഡിഫറെന്റ് ക്യാരക്ടർ കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ടോപ്പ് എൻഡിലും മിഡ് എൻഡിലുമാണ് ഇതിന്റെ പെർഫോമൻസ് ഓറിയന്റഡ് ഇരിക്കുന്നത്. പക്ഷെ റോയൽ എൻഫീൽഡ് എപ്പോഴും ലോ ടോർക്ക് ഓറിയന്റഡ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ടൊരു സാമീപ്യം ഇല്ലാത്തൊരു വണ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. നമുക്ക് ഈ വണ്ടി തന്ന് സഹായിച്ച നമ്മുടെ കോട്ടയത്തെ പൊരിക്കൽ ഹോണ്ടയാണ്. അവർ തന്നെയാണ് കോട്ടയത്തെ ബിഗ് ബിങ്ങിന്റെ ഡീലർഷിപ്പ് കൊടുത്തേക്കുന്നത്. സോ അവരോട് പ്രത്യേകിച്ച് ഒരു താങ്ക്സ് പറയുന്നു. പിന്നെ ഈ വണ്ടിയുടെ കോട്ടയത്തെ ഷോറൂം പ്രൈസ് എന്ന് വെച്ചാൽ 2,18 ഓൺ റോഡ് 2,80. ഇപ്പം ഈ ഒരു മാസത്തേക്ക് നമുക്ക് ഏകദേശം യൂത്തിന് ഒരു 12,000 രൂപ ഓഫർ കമ്പനി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹോണ്ടയുടെ എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. പ്രീമിയം സെഗ്മെന്റിലുള്ള എല്ലാ വണ്ടികൾക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഷോറൂമിന്റെ ഡീറ്റെയിൽസും എക്സിക്യൂട്ടീവ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിൻ കമന്റ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് അന്വേഷിച്ച് വന്ന എന്തെങ്കിലും വിവരം ഈ വീഡിയോയിൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.